എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ്. ഇന്നലെ രാത്രി തൊട്ട് മഴയുണ്ട്. ഇന്ന് നല്ല ശക്തമായ മഴയാണ്. പെരുമ്പാവൂർ, കോലഞ്ചേരി, പട്ടിമറ്റം, തൃപ്പൂണിത്തറ ഇങ്ങനെ തുടങ്ങിയ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെല്ലാം ഇന്ന് മഴയാണ്. ഇത് പെരുമ്പാവൂർ മാർക്കറ്റാണ്. മാർക്കറ്റിൽ പച്ചക്കറിയൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. വാഴക്കൊല വന്നിട്ടുണ്ട്. അതായത് ഏത്തക്കൊല നമ്മുടെ വറക്കാനും ഓണത്തിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഇതാണ്. ലോഡൊക്കെ കണ്ടമാനം വന്നിട്ടുണ്ട്. വറക്കാനും പഴിപ്പിക്കാനൊക്കെ ധാരാളം എത്തിയിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റ് സജീവമാണ്. മഴയാണെങ്കിൽ തന്നെ അവർ ആ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കിയെല്ലാം വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ച പച്ചക്കറി വിപണനം വളരെ കൂടുതലായിരിക്കും. അതിനുള്ള സ്റ്റോക്കൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പോഴേ എല്ലാം സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞു. ചീത്തയാവാത്ത സാധനങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ചെയ്തു. ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ തത്രപ്പാടിലാണ് ഓരോന്നും ഒരുക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ നമ്മൾ മാർക്കറ്റിൻ്റെ രംഗമാണ് കാണുന്നത്. വളരെ ശക്തമായ മഴ തന്നെയാണ് എല്ലാ സ്ഥലത്തും. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? ഇല്ല, മാർക്കറ്റിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിൻ്റെ ഇതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 6 മണി 6:30 7 മണിക്കുള്ളിൽ മാർക്കറ്റൊക്കെ കാലിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയൊക്കെ പോയി എല്ലാം സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കും. പക്ഷേ ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ലോഡ് കൂടുതൽ വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കൂടുതൽ സാധനങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് വൈകിയെല്ലാം ഇറക്കുന്നതൊക്കെ. നാരങ്ങയൊക്കെ ഉണ്ട്, എല്ലാ കച്ചവടവും ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 4th സാറ്റർഡേ ആയതുകൊണ്ട് തോന്നുന്നു രാവിലെ ഇപ്പോൾ തിരക്ക് കുറവാണ്. റോഡിലൊക്കെ വാഹനങ്ങൾ സെക്കൻഡ് ജംഗ്ഷനിലാണ്. വാഹനങ്ങളൊക്കെ കുറവായിട്ട് തോന്നുന്നു. ഇതൊരു കുറച്ച് കഴിഞ്ഞാൽ അതായത് വൈകുന്നേരം, ഇന്നലെ വൈകുന്നേരമൊക്കെ പെരുമ്പാവൂർ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ബ്ലോക്ക് കാരണം യാതൊരു നിവൃത്തിയില്ലായിരുന്നു. പിന്നെ പോലീസുകാരാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് സിഗ്നൽ ലൈറ്റ് ചിലപ്പോൾ ഓഫ് ചെയ്തിടും. കാരണം ഒരു സൈഡിൽ മാത്രം കണ്ടമാനം വണ്ടി വരുമ്പോൾ അപ്പോൾ സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അങ്ങ് സ്ട്രക്കാവും. 4 സൈഡിലും ഒരേപോലെ വണ്ടി ഇല്ലാത്ത ഭാഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇവർ ഓഫ് ചെയ്തിട്ട് ഇവർ കടത്തിവിടും. പിന്നെ ചിലപ്പോൾ സാങ്കേതിക തകരാറുകൊണ്ട് ഓഫ് ആവാറുണ്ട്. അങ്ങനെയാണ് പല കാര്യങ്ങളും. അപ്പോൾ ഈ സിഗ്നൽ ജംഗ്ഷനിൽ വാഹനങ്ങൾ പൊതുവേ താരതമ്യേന കുറവാണ്. സാധാരണ ദിവസങ്ങളിൽ ഉള്ള വാഹനം വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറവാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും വാഹനങ്ങൾ ധാരാളം വരും. കാരണം മനുഷ്യർ ഈ അവധി ദിവസങ്ങളിലെ 4th സാറ്റർഡേ ബാങ്കൊക്കെ അവധിയാണ്, പിന്നെ സർക്കാരൊക്കെ അവധിയല്ലേ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായ ബ്ലോക്കായിരിക്കും. ഇന്നലെയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ടൗൺ ഇങ്ങനെ ജാമായി കിടക്കുമായിരുന്നു. ആ രീതിയിലാണ്. ഇവിടെ നിന്നല്ല, എല്ലാ സ്ഥലത്തും അതെ. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ചോറ്റാനിക്കരയ്ക്ക് ഞാൻ പോയപ്പോൾ ആ തിരുവാങ്കുളമൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ എല്ലാം ഒരു രക്ഷയില്ല, ബ്ലോക്കായിട്ട് നല്ല ബ്ലോക്ക്. രാവിലെ തന്നെ അവിടെയൊക്കെ ബ്ലോക്കായിരുന്നു. ചോറ്റാനിക്കര അമ്പലത്തിൽ ഇന്ന് പൊതുവേ തിരക്ക് കുറവായിരുന്നു. രാവിലെയൊക്കെ ഇന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞൊരു അവസ്ഥയായിരുന്നു ചോറ്റാനിക്കര അമ്പലത്തിൽ. കാരണം നാളെ